പ്രിയപ്പെട്ടവരെ, അമരന്മാരായ അജിത്തിനെയും ഭാസ്കർ സാറിനെയും വളരെ സുദീർഘമായി തന്നെ നമ്മൾ അനുസ്മരിച്ചു കഴിഞ്ഞു. ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും മാതൃകകൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത്ര അനായാസമായ കാര്യമല്ല എന്നും, പക്ഷേ അത്തരം ഒരു മാർഗം പിന്തുടരുന്നവരെയാണ് നമ്മൾ പൊതുവെ മഹാന്മാർ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയുടെ മുൻ വൈസ് പ്രസിഡൻറ്റും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഒരു അംഗവും സത്യനും ഇന്നലെ യാത്ര പറഞ്ഞു. അവർ ഇന്ന് പാഠപുസ്തകങ്ങളായിട്ട് മാറുകയാണ്. അങ്ങനെ മരണത്തിലും ഒരു മാതൃക സൃഷ്ടിക്കാൻ യുക്തിവാദി പ്രസ്ഥാനത്തിലെ പ്രവർത്തകരിൽ നല്ലൊരു ശതമാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനകരമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സമ്മേളനത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നതും ഒരു യുക്തിവാദി എന്ന നിലയിൽ അഭിമാനകരമാണ്. വന്ദേമാതരവും ദേശീയതയും, എന്താണ് ഈ ദേശീയതയെക്കുറിച്ചൊക്കെ വളരെ വാചാലമായ സംസാരങ്ങളും പ്രഭാഷണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ ഒരു ഏകദാനമായ ദേശീയ സ്വഭാവം ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. നരവംശാസ്ത്രപരമായി ഇന്ത്യയിൽ 6 വിഭാഗം ജനങ്ങളുണ്ട്. അതായത് ജന്മനാ തന്നെ വൈരുദ്ധ്യങ്ങളോടുകൂടിയ ഒട്ടേറെ ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യ. പക്ഷേ എണ്ണമറ്റ ഗോത്രങ്ങൾ, വംശങ്ങൾ, വ്യത്യസ്തമായ ഭൂപ്രകൃതിയെ, കാലാവസ്ഥയെ, നൂറ് വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ലോകത്തിലെ സകല മതങ്ങളും ഉള്ള ഒരു രാജ്യം, അതിനേക്കാൾ ഭയങ്കരമായ മറ്റ് ലോകത്തൊരിടത്തുമില്ലാത്ത വിധത്തിലെ ഭയാനകമായ ക്രൂരമായ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ എന്ത് ദേശീയതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക? ഒരു വൈരുദ്ധ്യങ്ങളുടെയും മേലുകീഴ് വ്യവസ്ഥയുടെയുമായ ഒരു ഇന്ത്യ, ആ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് ഒരു ദേശീയതയുണ്ട്, ഒരു പാരമ്പര്യമുണ്ട് എന്ന് പറയുന്നത് ഒരു പച്ച നുണയാണ്. ഇപ്പോൾ നമ്മൾ ദേശീയത എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടാക്കിയെടുത്തത് ഇൻഡോളജിസ്റ്റുകൾ അഥവാ ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്ന ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും നോക്കി ഇവിടെ വന്ന് ഇന്ത്യൻ സിദ്ധാന്തങ്ങളിൽ ഇന്ത്യൻ ആത്മീയതയും ഇന്ത്യൻ ഗ്രന്ഥങ്ങളും പഠിച്ച ആളുകളാണ് ഇന്ത്യയോട് പറഞ്ഞ്, ഇന്ത്യയിലെ പൊതുസമൂഹത്തോട് പറഞ്ഞത് ഇന്ത്യക്ക് ഒരു വലിയ പാരമ്പര്യമുണ്ട് എന്നല്ല. ഇന്ത്യക്കാരും കണ്ടുപിടിച്ചതല്ല. അത് യഥാർത്ഥത്തിൽ കൊളോണിയലിസം ഇന്ത്യക്ക് നൽകിയ ഒരു സംഭാവനയാണ്. ആ കൊളോണിയലിസം അല്ലെങ്കിൽ ഓറിയന്റലിസം, ഇൻഡോളജി എന്ന് പറയുന്നത് വളരെ കൃത്യമായി പറഞ്ഞത് ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഹിന്ദുത്വയുടെ പാരമ്പര്യമാണ്. ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് വേദോപനിഷത്തുക്കളുടെ പാരമ്പര്യമാണ്. ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് ആര്യന്മാരുടെ സംസ്കാരമാണ്. ഇന്ത്യയുടെ ജ്ഞാന പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് സംസ്കൃതമാണ് എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ഇവരാണ്. അതായത് ജോൺ റാനെ തുടങ്ങി ജോൺ നീല് മുതൽ ഉണ്ടാക്കിയ ചരിത്ര പുസ്തകങ്ങളും, അല്ലെങ്കിൽ പ്രാട്ടിനെ പോലുള്ള ആളുകൾ, മാക്സ് മുള്ളറെ പോലുള്ള ആളുകൾ എഴുതി വെച്ച കുറേയധികം ഗ്രന്ഥങ്ങളിലൂടെ ഇന്ത്യ ഒരു മഹാപാരമ്പര്യത്തിൻ്റെ ഉടമയാണ് എന്നും, ഇന്ത്യയുടെ പാരമ്പര്യം എന്നാൽ ആര്യന്മാരുടെ ബ്രാഹ്മണരുടെ പാരമ്പര്യമാണ് എന്നും, ഇന്ത്യയുടെ അറിവ് മുഴുവൻ മൂടി വച്ചിരിക്കുന്നത്, കുഴിച്ചു വച്ചിരിക്കുന്നത് സംസ്കൃതത്തിലാണ് എന്നൊക്കെ പറഞ്ഞു. ആ പറഞ്ഞതേ എല്ലാം ഏറ്റുപാടിക്കൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യയിലെ ബുദ്ധിജീവികളെന്ന് പറയുന്ന അഭിനയിക്കുന്ന ആളുകളൊക്കെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദർശനങ്ങൾ 9 എണ്ണമാണ്. ആ 9 എണ്ണം എന്ന് പറയുന്നത് യോഗം, മീമാംസ, സാങ്ക്യം, ബൗദ്ധം, ജൈനം, ചാർവാകം അല്ലെങ്കിൽ ലോകായനം എന്നീ 6 ദർശനങ്ങൾ നാസ്തികപരമാണ്. ദൈവം ഇല്ലെന്ന് പറയുന്നതാണ്, ദൈവത്തെ നിഷേധിക്കുന്നതാണ്. ന്യായവൈശേഷികങ്ങൾ എന്ന് പറയുന്ന 2 ദർശനങ്ങൾ അർത്ഥ നാസ്തികങ്ങളാണ്. അതില് ഉത്തരമീമാംസ എന്ന് പറയുന്ന വേദാന്തം മാത്രമാണ് ആസ്തികമായിട്ടുള്ള. ഇന്ന് നമ്മുടെ എഴുത്തുകാരടക്കമുള്ളത്, ഇപ്പോൾ സുമാർ അഴീക്കോട് അടക്കമുള്ള ആളുകൾ എഴുതി തെളിഞ്ഞ അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ളത് ഈ വേദാന്തത്തെക്കുറിച്ച് പറഞ്ഞാണ്. എന്നിട്ട് അവസാനം സ്ഥാപിച്ചു വെച്ചത് ഈ വേദാന്തമാണ് ഇന്ത്യയുടെ അടിസ്ഥാന ജ്ഞാനമണ്ഡലം എന്നാണ്. ഇതിങ്ങനെ ആവർത്തിച്ച് 100 പ്രാവശ്യം, ഒരു നുണ 100 പ്രാവശ്യം പറഞ്ഞാൽ അത് നേരാകുമല്ലോ. എന്താണ് വേദാന്തത്തിൽ? ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അതിനുള്ള സമയം നമുക്കില്ല. പക്ഷേ ഈ വേദാന്തമാണ് ഇന്ത്യയുടെ പാരമ്പര്യമെന്നും
വേദാന്തമാണ് ഇന്ത്യയുടെ ദേശീയത എന്നുമൊക്കെ പറഞ്ഞ് ഇന്ത്യയുടെ ഭൗതികവാദ കാഴ്ചപ്പാടുകളെ, ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഭൗതികവാദവും നാസ്തികപരവുമായ ദർശനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഡോക്ടർ രാധാകൃഷ്ണന്റെ ഭാരത ദർശനം ഇറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഈ അസുഖം. ആ അസുഖം ഡോക്ടർ രാധാകൃഷ്ണന്റെ ഭാരത ദർശനത്തിലെ വിദേശ ഇൻഡോളജിസ്റ്റുകളുടെ കൊട്ടേഷനുകൾ മാറ്റിവെച്ചാൽ ആ പുസ്തകത്തിനകത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പാരമ്പര്യങ്ങളെക്കുറിച്ച്, ദേശീയ പാരമ്പര്യത്തെക്കുറിച്ച്, നമ്മുടെ ജ്ഞാനവ്യവസ്ഥയെക്കുറിച്ചൊക്കെ വാചാലമായി സംസാരിക്കുന്ന ആളുകളൊക്കെ വിട്ടുപോകുന്ന ഒരു കാര്യം, മറ്റ് 7-8 ദർശനങ്ങൾ മാറ്റിവെച്ച് ഒരു ദർശനത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഇതാ ലോകത്തിലുള്ള മുഴുവൻ അറിയാനുള്ളതും അറിഞ്ഞിരിക്കുന്നതും ഇനി അറിയാനുള്ളതുമായ മുഴുവൻ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതാണ് നമ്മുടെ NEPയുടെ കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പൊ ഇന്ന് നമ്മൾ ഇന്ത്യയിൽ സംസാരിക്കുന്ന ലോകത്തിന്റെ ശാസ്ത്രജ്ഞാനങ്ങള്, ലോകത്തിന്റെ ഭൗതിക ജ്ഞാനങ്ങള്, മുഴുവൻ അറിവുകളും ഈ പറയുന്ന വേദോപനിഷത്തുകൾക്കകത്ത് നിമജ്ജനം ചെയ്തിരിക്കുന്നുവെന്നും അതിനെ ഉഴുതുമറിച്ചുകൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെയിലേക്ക് വരുന്നത്. നമുക്കിനി പരിണാമശാസ്ത്രം പഠിക്കണ്ട, നമുക്കിനി ആധുനിക ശാസ്ത്രങ്ങൾ, ഗണിതശാസ്ത്രം ഒന്നും പഠിക്കണ്ട, എല്ലാം ഭാരതീയ ജ്ഞാനമണ്ഡലത്തിലെ, ഭാരതത്തിന്റെ ജ്ഞാന ഗുഹയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ ഈ വിദ്യാസുരന്മാർ ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അത്രയും പറയും. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാണ് ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത്, 1-ാം ആർട്ടിക്കിൾ. പക്ഷേ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നുള്ളതിൽ ഇന്ത്യ എന്നത് വളരെ ബോധപൂർവം മാറ്റിക്കൊണ്ട് ഭാരത് മാതാ കീ ജയ് എന്നൊരു മുദ്രാവാക്യം ഇന്ത്യയിൽ സ്ഥാപിച്ചെടുത്തതാണ്. അതൊരു അജണ്ടയാണ്. ആരുടേതാണ് ഇന്ത്യ എന്ന് നമ്മുടെ ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഈ ചോദ്യം നമ്മളിപ്പോൾ ഉന്നയിക്കേണ്ട സമയമാണ്. ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പം ചില ദേശവിരുദ്ധരായി പോയെന്ന് വരും. ഇന്ത്യ ആരുടേതാണ് എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് പറയാനുള്ള മറുപടി? ഇന്ത്യ ആരുടേതാണ്? ഹിന്ദുക്കളെയാണ്. എന്നാ ഹിന്ദു എന്ന വാക്കുണ്ടായത്? നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന വേദോപനിഷത്തുക്കളിലെ പുരാണങ്ങളിൽ ഒന്നും ഹിന്ദു എന്നൊരു വാക്കില്ല. 1005 ഇന്നേക്ക് കൃത്യം 10 അല്ലെങ്കിൽ 3000 വർഷമാണ്. 1005 എന്നുവെച്ചാൽ 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഹിന്ദു എന്ന വാക്ക് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അതുണ്ടാക്കിയതിൻ്റെ പേർഷ്യൻ വിദേശ സഞ്ചാരികളാണ്, അല്ലാതെ ഇന്ത്യക്കാരും കണ്ടുപിടിച്ചതല്ല. പക്ഷെ ആരിത് കണ്ടുപിടിച്ചാലും നമ്മൾ ഉടനെ അതിനെ നമ്മുടേതാക്കി മാറ്റുക എന്ന് പറയും. എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവം നമ്മുടെ ചരിത്രകാരന്മാർക്ക്, നമ്മുടെ ചിന്തകന്മാർക്ക് ഉള്ളത് കൊണ്ട് അവർ പറഞ്ഞ് ഇന്ത്യ എന്ന് പറയും ഹിന്ദുവാണ്. ഹിന്ദുവിനെ കുറിച്ച് വർണ്ണിച്ച് വരുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ എത്തുന്നത് ബ്രാഹ്മണ പാരമ്പര്യത്തിൽ, ആര്യ പാരമ്പര്യത്തിലാണ്. ആര്യന്മാരുണ്ടാക്കിയ മഹത്തായ പാരമ്പര്യം. ആര്യന്മാർ ഇവിടെ ഒരു പാരമ്പര്യം ഉണ്ടാക്കിയിട്ടില്ല. ഇന്ത്യയുടെ പുതിയ ജനിതക പഠനങ്ങൾ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ട ഒരു മേഖല ഇവരാരും പറയും പുരാണ വേദങ്ങളല്ല. ഇന്ത്യയുടെ ജനറ്റിക്കൽ സ്റ്റഡീസ് വളരെ കൃത്യമായി ഇന്ന് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ആദിമ ജനത എന്ന് പറയുന്നത് നിലമ്പൂരിലെ ആദിവാസികളാണ്. ചോലനായകന്മാരും ആണ് ഇന്ത്യയിലെ ആദിമ നിവാസികൾ. അപ്പൊ ഇത് ചരിത്രമായിട്ട് അംഗീകരിച്ചാൽ, ഈ ശാസ്ത്രസത്യം ചരിത്രമായി അംഗീകരിച്ചാൽ സ്വാഭാവികമായ ചോദ്യം ആരുടേതാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിലെ ആദിവാസികളുടെ തന്നെയാണ്, ഈ ഗോത്ര പാരമ്പര്യത്തിൽ തന്നെയാണ്. പക്ഷേ ആദിവാസി എന്ന വാക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘപരിവാർ ഉപയോഗിക്കാറില്ല. അവർ ഉപയോഗിക്കുന്ന വാക്ക് വനവാസി എന്നാണ്. വനവാസി കല്യാൺ മഞ്ച്, വനവാസി എന്നാണ് അവരുടെ സംഘടനയുടെ പേര് തന്നെ. ആദിവാസി എന്നൊരു വാക്ക് സംഘപരിവാർ ഉപയോഗിക്കുന്നില്ല, അഥവാ ആര്യന്മാർ ഉപയോഗിക്കും. കാരണം എന്താ? ആദിവാസി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജനത എന്നതിൻ്റെ അർത്ഥം. അപ്പൊ ഇവർ ആദ്യത്തെ ജനതയല്ല, ഇവരെ വന്ന ജനതയാണ് എന്നതുകൊണ്ട് തന്നെ വളരെ സ്വാഭാവികമായും ഇനി വന്ന് കയറി കൂടി അല്ലെങ്കിൽ അധിനിവേശം നടത്തി യുദ്ധം ചെയ്തൊക്കെ ഉള്ളത് അതൊക്കെ സിനിമാ സങ്കല്പം, അങ്ങനെയൊന്നുമല്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇന്ത്യക്ക് ആരുടേതാണ് എന്ന ചോദ്യം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ മാനദണ്ഡം, അഥവാ സ്വാതന്ത്ര്യത്തിന്റെ മാനദണ്ഡം എന്താണ്? നമ്മുടെ പുതിയ തത്വചിന്താപരമായി നോക്കിയാൽ സ്വാതന്ത്ര്യത്തിന്റെ മാനദണ്ഡം എന്താണ്? വളരെ കൃത്യമായി നമുക്കറിയാം. ലോകത്തിലെ ജനാധിപത്യം പൊട്ടിവീഴുന്ന ഫ്രാൻസ് മുതൽ റഷ്യ മുതൽ ഇംഗ്ലണ്ട് വരെ ലോകത്തിലെ ഏറ്റവും ഉയർത്തപ്പെട്ട മുദ്രാവാക്യം സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നാണ്. ഈ 3 വാക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലുണ്ടോ? ഈ 3 വാക്കിൽ ഏതെങ്കിലും ഒരു വാക്ക് ഇന്ത്യയിലെ വേദഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ? സ്മൃതികളിലോ ഉണ്ടോ? ഇല്ല. പിന്നെന്ത് ജനാദേശീയതയാണ്? പിന്നെന്ത് സാഹോദര്യമാണ്? സമത്വം എന്നൊരു വാക്ക് ഇന്ത്യക്ക് ഇന്നും അന്യമാണ്. എന്തുകൊണ്ട് അന്യമായിരിക്കുന്നു? ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത്, ഇന്ത്യൻ സമൂഹത്തിന്റെ ശ്രേണി വ്യവസ്ഥ എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയാണ്. ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് സമത്വം ഉണ്ടാവുക? എങ്ങനെയാണ് സ്വാതന്ത്ര്യം ഉണ്ടാവുക? എങ്ങനെയാണ് സാഹോദര്യം ഉണ്ടാവുക?
അംബേദ്കർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സാഹോദര്യത്തിന് മറ്റൊരു പേരാണ് ജനാധിപത്യം. ഇന്ത്യയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സാഹോദര്യം എന്ന് പറയുന്ന, തുല്യത എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടോ? ഒരിക്കലുമില്ല. ഇന്ത്യയിൽ പ്രായോഗികമായിട്ടുമില്ല. ഇന്ത്യയിൽ തത്വശാസ്ത്രപരമായും വേദപരമായും ഉപനിഷത്തുപരമായും തുല്യത എന്നൊരു വാക്ക് ഇന്ത്യയിലില്ല. ശ്രേണി വ്യവസ്ഥ എന്ന് പറയുന്ന ജാതി വ്യവസ്ഥയാണ്. ഇന്ത്യയുടെ ദാർശനിക അടിത്തറ എന്ന് പറയുന്നത് വർണ്ണാശ്രമ ധർമ്മങ്ങളാണ്. ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥ എന്ന് പറയുന്നത് ചാതുർവർണ്ണ അധിഷ്ഠിതമാണ്. ഇന്ത്യയിൽ ധർമ്മം എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മമാണ്. ഞാനിപ്പോൾ മാവേലിക്കര നിൽക്കുന്നു. മാവേലിക്കര ഒരു ബുദ്ധകേന്ദ്രമായിരുന്നു. ആ ബുദ്ധൻ ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയൊരു സംഭാവന ചെയ്ത സിദ്ധാന്തമായിരുന്നു ധമ്മ എന്നത്. അല്ല, സാഹോദര്യം, ബ്രദർഹുഡ് എന്ന് പറയുന്നത്. ധർമ്മമല്ല, ബുദ്ധൻ പറഞ്ഞത് ധമ്മ എന്ന വാക്കാണ്. ധമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സാംസ്കാരികമായിട്ട് തുല്യതയുടെ ഒരു പ്രത്യയശാസ്ത്രമാണ്. അതിനെ ധർമ്മം എന്നെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ആ ധർമ്മത്തെക്കുറിച്ച് വാചാലമാകുന്ന ഭഗവത്ഗീത അടക്കമുള്ള കൃതികൾ. എന്താണ് ഭഗവത്ഗീത നമ്മോട് പറയുന്ന ധർമ്മം? വർണ്ണാശ്രമധർമ്മം. നീ കൊല്ലാൻ ജനിച്ചവനാണ്, നീ കൊല്ലണം എന്ന് പറയുന്ന ഒരു കൃതി. ആരെ കൊല്ലണം? നിന്റെ അച്ഛനെ കൊല്ലണം, അമ്മയെ കൊല്ലണം, ഗുരുക്കന്മാരെ കൊല്ലണം, സഹോദരങ്ങളെ കൊല്ലണം. അത് നിന്റെ കർമ്മമാണ്. അത് നിന്റെ ഉത്തരവ്. എന്ത് കർമ്മം? നിന്റെ വർണ്ണാശ്രമ ധർമ്മമാണ്, ക്ഷാത്രധർമ്മമാണത് എന്ന് പറയും. അപ്പൊ ഈ ക്ഷാത്രധർമ്മത്തിന്റെ ഈ പറയുന്നിടത്ത് സഹോദരനെ കൊല്ലാൻ പറയുന്നിടത്ത് എങ്ങനെയാ സമത്വത്തിന്റെ സിദ്ധാന്തം വരിക? ഇതാണ് ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊന്നും ആരും ഉന്നയിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഈ വേദോപനിഷത്ത് പുരാണങ്ങളെന്ന് നമ്മൾ കൊട്ടിക്കൊഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിലെല്ലാം അടിത്തറയായി വർത്തിക്കുന്ന ഒരു സാധനം ജാതിബോധം തന്നെയാണ്, വർണ്ണബോധം തന്നെയാണ്. ജാതി വർണ്ണം വേറെ ആണെങ്കിൽ പോലും പറയുകയാണ്. വാൽമീകി രാമായണത്തില് ബാലകാണ്ഡത്തിൽ പറയുന്നു, ക്ഷത്രം ബ്രഹ്മമുഖം ചാസീത് വൈശ്യ ക്ഷത്രം അന്യവൃത ശൂദ്രാക സ്വകർമ്മ നിരതം സ്ത്രീകൾ വർണ്ണാനുപചാരികം ക്ഷത്രിയർ ബ്രാഹ്മണരെയും വൈശ്യൻ ക്ഷത്രിയരെയും അനുസരിച്ച് ജീവിക്കുന്ന ശൂദ്രൻ സ്വകർമ്മം ചെയ്ത് മറ്റു 3 വർണ്ണങ്ങളെപ്പെട്ടവരെയും ഉപചരിച്ച് ജീവിക്കുക എന്നതാണ് രാമരാജ്യത്തിന്റെ ലക്ഷണം എന്നാണ് വാൽമീകി രാമായണം. ഞാൻ ഈ മറ്റേ സ്മൃതികളിലൊക്കെ വിടുന്നു. എന്താണ് ചാതുർവർണ്ണ മയാസൃഷ്ടമൊക്കെ അതെല്ലാം വിട്ടിട്ട് ഞാൻ പറഞ്ഞു വാൽമീകി രാമായണം എന്തോ മഹത്തായ സാധനമാണ്, അതിനകത്ത് ഇതൊക്കെ ഉണ്ട്. വാൽമീകി പോലും പറയുന്നത് ഈ 3 വർണ്ണങ്ങളെയും ആചരിച്ചു ജീവിക്കുന്ന ശൂദ്രധർമ്മത്തെ കുറിച്ചാണ്. ഈ 4 വർണ്ണം കൂടി ഇന്ത്യയിൽ എത്ര ശതമാനമുണ്ട് ജനത? 13%. ഇന്ത്യയിലെ 13% മാത്രമാണ് ചാതുർവർണ്ണത്തിൽ വരുന്നത്. ബാക്കിയുള്ളവരോ? ബാക്കി വരുന്ന ആരാണ്? ബാക്കി വരുന്ന 87% പേരും ഈ പറയുന്ന വർണ്ണാശ്രമ ധർമ്മത്തിന് പുറത്താണ്. പഞ്ചമരാണ്, ചണ്ടാളരാണ്, രാക്ഷസന്മാരാണ്, കൊള്ളരാത്തവന്മാരാണ്, ദസ്യുക്കളാണ്, കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് പുരാണങ്ങൾ പറയും. അപ്പൊ ഈ ചാതുർവർണ്ണത്തിന് പുറത്തു നിൽക്കുന്ന ഇന്ത്യയിലെ ഭൂരിപക്ഷം 87% വരുന്ന ജനതയെക്കുറിച്ച് പെരിയാർ പറഞ്ഞൊരു കാര്യമുണ്ട്. പെരിയാർ തമാശ പറഞ്ഞല്ല. പെരിയാർ ചോദിച്ചു, ഇങ്ങനെ ബ്രാഹ്മണൻ അവിടെ നിന്നുണ്ടായി, മുഖത്തുനിന്നുണ്ടായി, കയ്യന് ക്ഷത്രിയൻ അതൊക്കെ ഉണ്ടായി, ബാക്കിയുള്ളവർ അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായി എന്നാണ് പെരിയാർ പറഞ്ഞത്. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നവരാണ് 87% ഇന്ത്യയിലെ പഞ്ചമന്മാരെന്ന് പറയുന്നത്. ആ പഞ്ചമനെ കുറിച്ചും മിണ്ടാതെ, അവന് മനുഷ്യനെന്നൊരു പേര് പോലും കൽപ്പിക്കാതെ, അവന് നല്ലൊരു പേരിടാനുള്ള അവകാശം, അക്ഷരം പഠിക്കാൻ, തൊഴിൽ കൊടുക്കാനുള്ള അവകാശങ്ങൾ നിഷേധിച്ച ഒരു സംസ്കാരത്തെയാണ് ഇന്ത്യൻ ദേശീയത എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ സംഗീതത്തെ കുറിച്ച് പറഞ്ഞത് നാട്യശാസ്ത്രത്തിൽ ഭരതൻ പോലും പറയുന്നത് വേദങ്ങൾ ശൂദ്രജാതിക്കാരെ കേൾപ്പിക്കാൻ പാടില്ലാത്തതിനാൽ അവർക്കും കൂടി വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് നാട്യവേദം എന്നാണ്. കേട്ടോ, വേദങ്ങൾ ആരെ കേൾപ്പിക്കാൻ പാടില്ല? ശൂദ്രനെ കേട്ടാൽ ചെവിയിൽ എന്ത് ചെയ്യണം? ശൂദ്രൻ എന്ന് പറയാൻ കേരളത്തിൽ നായരാ. കേട്ടോ, നായർ വലിയ പൈദ്യർത്താണ് പറയുന്നത്. വലിയ ഉടുത്തം കറവാടുള്ള ഡൊമിനേറ്റഡ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു വിദ്യാസരൻ നമ്മുടെ കേരളത്തിൽ സംസാരിച്ച് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന നാട്യശാസ്ത്രം പോലും, നാട്യശാസ്ത്രകാരൻ ഭരതമുനി പോലും പറയുന്നത് ഈ പറയുന്ന വർണ്ണങ്ങൾക്കൊന്നും ഇത് പഠിക്കാൻ അവകാശമില്ലാത്തത് കൊണ്ട്, വേദോപനിഷത്ത് പഠിക്കാൻ അവകാശമില്ലാത്തത് കൊണ്ട്, ഈ നാട്യശാസ്ത്രത്തിന്റെ നാന്ദിയിൽ പറയുന്നത് ദ്വിജാത്യഭ്യ ശുഭം തഥാ, ബ്രാഹ്മണർക്ക് സുഖം സംഭവിക്കട്ടെ, ശിവ ഗോബ്രാഹ്മണാചായ, ഗോക്കൾക്കും ബ്രാഹ്മണർക്കും സുഖമുണ്ടാകട്ടെ, ഹതാ ബ്രഹ്മദുഷസ്തത, ബ്രഹ്മവിരോധികൾ നശിക്കട്ടെ. ഇപ്പൊ സാറ് ഇവിടെ സംഗീതത്തെ കുറിച്ച് പറഞ്ഞു. ഈ സംഗീതവും നൃത്തവും ഒന്നും മതവുമായിട്ട് ബന്ധമുള്ള ഒരു സാധനമല്ല, ആണെന്ന് അവർ കൊണ്ടുവന്ന് കച്ചവടത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാനൊരിക്കൽ ടി എം കൃഷ്ണനായിട്ട് ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ പങ്കെടുപ്പോൾ ടി എം കൃഷ്ണ പ്രസംഗിച്ചതാണ്, ഈ സംഗീതത്തിൻ്റെ മതവും ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല, സംഗീതത്തിൻ്റെ അടിത്തറ അതിൻ്റെ ശ്രുതിയും ലയവുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു ഭാഷ കേട്ടിട്ട്, മനസ്സിലാവാത്തൊരു പാട്ട് കേട്ടിട്ട് നിങ്ങൾ രസിക്കുന്നത് അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല, അതിൻ്റെ ശ്രുതിയും ലയവും താളവും ഉള്ളതുകൊണ്ടാണ്.
അതിനെ പിടിച്ച് ദൈവത്തിൻ്റെ ആക്കി, അതിനെ പിടിച്ച് അമ്പലത്തിൻ്റെ വകയാക്കി, അതിനെ പിടിച്ച് ദൈവത്തിൻ്റെ വകയാക്കിയത് അത് കച്ചവടം ചെയ്യാനുള്ള ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉണ്ടായതാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് നാട്യത്തിലായാലും നൃത്തത്തിലായാലും സംഗീതത്തിലായാലും സാമൂഹ്യ ജീവിതത്തിലായാലും എല്ലാം ബ്രാഹ്മണർ സംഭവിക്കട്ടെ, അല്ലേ? സ്വസ്ഥപ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹേഷ ഗോ ബ്രാഹ്മണേഭ്യസ്തു നിത്യം ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഈ 4ാമത്തെ ലൈൻ എല്ലാവരും ചൊല്ലും. എന്താണ്? ലോകത്തിന് മുഴുവൻ സുഖം സംഭവിക്കട്ടെ എന്നാണ് ഇന്ത്യൻ ദർശനം. കൊന്തമാണ്. ബ്രാഹ്മണനും പശുവിനും സുഖം സംഭവിച്ചാൽ ലോകത്തിന് സുഖം സംഭവിച്ചു എന്ന് കരുതിക്കൊള്ളുക എന്നാണ് ശ്ലോകത്തിന്റെ അർത്ഥം. അതിലെ 3 ലൈൻ എടുത്ത് കളഞ്ഞിട്ട് 4ാം ലൈൻ എടുത്ത് നമ്മുടെ മന്ത്രിമാരും പുങ്കവന്മാരും പണ്ഡിതന്മാരും ഒക്കെ സ്റ്റേജിൽ കയറിക്കൊണ്ടോ ഇന്ത്യയുടെ ദർശനം പറയുന്നത് ലോകത്തിന്. ആ ലോകം, അവരുടെ ലോകം എന്ന് പറയുന്നത് പശുവിൻ്റെയും ബ്രാഹ്മണന്റെ ലോകമാണ്. ഇപ്പോൾ അതാ നമ്മൾ തിരിച്ചു വരുന്നത്. ചാണകത്തിന്റെ സാംസ്കാരിക എന്താണ് ശാസ്ത്രീയ വശത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഗവേഷണ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അതാണ് നമ്മൾ ആ ഒരു രീതിയിൽ നിന്ന് ഒരു ഇന്ത്യയിൽ എവിടെ നിന്നാണ് നമുക്ക് ദേശീയതയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതുപോലെ തന്നെ ഭാഷ. നമ്മുടെ ഇന്ത്യയിലെ ഭാഷയ്ക്ക്, വേഷത്തിന്, ആഹാരത്തിന്, വീടിന്, നമ്മൾ ദൈനംദിനമായി ഉപയോഗിക്കുന്ന എല്ലാത്തിനും ജാതിയുണ്ട്. എല്ലാത്തിനും മ്ലേച്ഛമായ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം. നമ്പൂതിരിയുടെ വീടിനാണ് മന എന്ന് പറയുന്നെങ്കിൽ നമ്പൂതിരി പാടിൻ്റെ വീടിന് ഇല്ല എന്ന് പറയുമ്പോൾ, നായരുടെ താമസ സ്ഥലത്തിന് വീടെന്ന് പറയുമ്പോൾ, മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ചണ്ടാളന്റെ അല്ലെ ചെറുമന്റെ വീടിന് ചാള എന്ന് പറയുന്നത് നോക്കൂ, അവരുടെ വീടിന് തന്നെ ഭാഷയ്ക്ക് തന്നെ അവർ ജാതി കൊടുത്തിരിക്കുകയാണ്. ആ ജാതി പേര് വേറെ ആൾക്ക് ഉപയോഗിക്കാം, പേര് ഇടാൻ. ഞാൻ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. 80,000 ജാതി ഉപജാതികളെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇന്ന് നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഏതു ദേശീയതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നത് നമ്മൾ തന്നെ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്ദേ മാതരത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോവുകയാണ്. 1765 ഈസ്റ്റ് ഇന്ത്യ കമ്പനി 50% നികുതി വർധനവ് വരുത്തിയോടുകൂടി അതിഭയങ്കരമായ ക്ഷാമം ബംഗാളിനെ ബാധിച്ചു. അവിടെ അടിമവേലയും ക്ഷാമവും ബാധിച്ച് 1868 വരൾച്ചയും 69 പ്രളയവും യഥാർത്ഥത്തിൽ ഈ ബംഗാളിലെ കർഷകരെയും ബംഗാളിലെ ജനതയും ഭൂരിപക്ഷം ജനതയും നശിപ്പിക്കുകയും ഏതാണ്ട് 1 കോടിയിലേറെ ജനം, അതായത് അന്നത്തെ ബംഗാൾ ജനസംഖ്യയുടെ 1/3 മരിച്ച ഒരു സാഹചര്യമായിരുന്നു 1760കളിലെ ബംഗാൾ. ആ ബംഗാളിൽ ആ പരിമിതമായ ഭക്ഷ്യവസ്തുക്കൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും എന്ത് ചെയ്തു? അവര് സൂക്ഷിക്കുകയും അത് പൂഴ്ത്തിവെച്ചുകൊണ്ട് ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്കും മരണത്തിലേക്കും വിട്ട സാഹചര്യത്തിലാണ് ഈ ബംഗാളിലെ വളരെ പ്രസിദ്ധമായ സന്യാസി കലാപം നടക്കുന്നത്. സന്യാസിമാര്, ശൈവ ശാക്ത സന്യാസിമാരും നാഗസന്യാസിമാരും ഗിരിപുരി ഭാരതീയ സന്യാസിമാരും സായുധ കലാപത്തിലിറങ്ങുന്നു ബ്രിട്ടീഷ് സർക്കാരിനെതിരായിട്ട്. ആ കൂട്ടത്തില് മുസ്ലിം സൂഫികള് ഫക്കീറുകളും ആ സമരത്തിൽ ചേരുന്നുണ്ട്. അങ്ങനെ കർഷകർക്കൊപ്പം നിന്നുകൊണ്ട് കമ്പനി ഖജനാവ് കൊള്ള ചെയ്യുകയും ക്രമേണ ഗറില്ല കലാപത്തിലേക്ക് അവർ പോവുകയും ധാക്ക, രംഗപൂർ, ദിനാജ്പൂർ പോലുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്ത സന്യാസി കലാപം 1760കളിലെ ബംഗാളിന്റെ ചരിത്രമാണ്. ആ ബംഗാളിലെ ആ യുദ്ധത്തിന് പോകുന്ന ആളുകൾ അന്ന് ചൊല്ലിയ ഒരു പാട്ടായിരുന്നു വന്ദേ മാതരം എന്ന് പറയുന്നത്. വന്ദേ മാതരം മുഴുവനല്ല, വന്ദേ മാതരം ഗാനം പിന്നീടാണ് ഉണ്ടാവുന്നത്. അവര് ജയ് കാളി, ജയ് ഭാരത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു, അവര് ജയ് ഭവാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അവർ പോയത്. അതിന് പിന്നാലെയാണ് 1903 ഡിസംബറില് ബംഗാളിന്റെ വിഭജനം നടക്കുന്നത്. 1905 കഴ്സൺ പ്രഭുവിന്റെ റെസൊല്യൂഷൻ അനുസരിച്ചാണ് വിഭജനം നടക്കുന്നത്. 1905 ഒക്ടോബർ 16 അപ്പൊ ഈ ബംഗാളിനെ വെട്ടിമുറിക്കുക എന്ന് പറയുന്നത് വളരെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തന്ത്രം അനുസരിച്ച് തന്നെ സ്വതവേ കലുഷിതമായ കാർഷിക കലാപങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഭൂമിയായ ബംഗാളിനെ വെട്ടിമുറിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ നടത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയ നടപടികൾ വളരെ സ്വാഭാവികമായ ഒരു വെട്ടിമുറിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ? മുസ്ലിം ഭൂരിപക്ഷമുള്ള ബംഗ്ലാദേശ്, ആസാം, ത്രിപുര എന്നിവ കിഴക്കൻ ബംഗാളായിട്ടും ഹിന്ദു ഭൂരിപക്ഷമുള്ള പശ്ചിമ ബംഗാള്, ബീഹാർ, ഒഡീഷ എന്നിവ പശ്ചിമ ബംഗാളായിട്ടും വളരെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായി ഈ ബംഗാളിനെ വെട്ടിമുറിച്ചുകൊണ്ട് മുസ്ലിം ബംഗാളും ഹിന്ദു ബംഗാളുമാക്കി മാറ്റി എന്നുള്ളത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഇതേ കലാപം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ വന്ദേ മാതരത്തിന്റെ താല്പര്യങ്ങൾ ഉയർന്നു വരുന്നതും അരവിന്ദ ഘോഷ് എന്ന് പറയുന്ന ആള് വന്ദേ മാതരം എന്നൊരു പത്രം ആരംഭിക്കുന്നതും. അങ്ങനെ നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ്
ആനന്ദമഠം എന്നൊരു നോവൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതുന്നത് 1870 പുസ്തകം ഇറങ്ങിയെങ്കിലും 1882 ഈ പറയുന്ന ആനന്ദമഠം എന്ന നോവലിൽ ഈ പറയുന്ന വന്ദേമാതരം എന്ന കാവ്യം അല്ലെങ്കിൽ കവിത ചേർക്കപ്പെടുന്നത്. ഈ ആനന്ദമഠം എന്ന ഈ നോവലിൽ വളരെ കൃത്യമായി ഹിന്ദു മുസ്ലിം ശത്രുതയെ വളർത്തുന്ന രീതിയിലുള്ള ഒരു കഥയാണ് അതിനകത്ത് വരുന്നത്. അതിലെ വില്ലന്മാരായിട്ട് വരുന്നവരൊക്കെ തന്നെ മുസ്ലിങ്ങളും അല്ലാത്തവരുമാണ്. അദ്ദേഹം ബ്രിട്ടീഷുകാരെയും മുസ്ലിം നവാബിനെയും സൈന്യത്തെയും എല്ലാം തന്നെ വിദേശികളായി അവതരിപ്പിച്ചുകൊണ്ട് ഭാരത മാതാവിനെ ഒരു ദേവിയായി സങ്കല്പിച്ചുകൊണ്ട് ആണ് അദ്ദേഹം വന്ദേമാതരം എന്ന കൃതി എഴുതുന്നത്. ആ വന്ദേമാതരം എന്ന കൃതി എഴുതുന്നതിന് പിന്നിൽ മറ്റൊരു സാഹചര്യമുണ്ട്. ഇന്നും ബംഗാളിൽ പോയിട്ടുള്ള കൽക്കട്ടയിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ബംഗാളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബംഗാളിലെ ചിന്തയിലെ ഏറ്റവും വലിയ സങ്കല്പം എന്ന് പറയുന്നത് കാളി സങ്കല്പമാണ്. നമുക്കറിയാം, ഈ ദൈവസങ്കല്പങ്ങൾ തുടങ്ങി വന്ന കാലത്ത് തന്നെ ആദ്യകാലത്ത് അമ്മ ദൈവങ്ങളാണ് ഉണ്ടായിരുന്നത്. പുരുഷ ദൈവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അമ്മ ദൈവങ്ങൾ. കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ കൊറ്റബൈ എന്ന് പറയുന്ന ഒരു അമ്മ ദൈവമായിരുന്നു ആദ്യം ഉണ്ടായത്. പിന്നീട് ഈ ആര്യന്മാർ വന്ന വളരെ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ ഈ ദേവികളെല്ലാം പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. സരസ്വതിയെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു, ലക്ഷ്മിയെ കല്യാണം കഴിപ്പിച്ചു, ഭദ്രകാളിയെ കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ കല്യാണം കഴിപ്പിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പുരുഷ മേധാവിത്വം ഉണ്ടാവുകയും അങ്ങനെയാണ് പുരുഷ ദൈവങ്ങളുടെ അവസ്ഥകളിലേക്ക് പിന്നീട് നമ്മൾ വരുന്നത്. പക്ഷെ ബംഗാളിലെ അന്നും ഇന്നും അമ്മദൈവ സങ്കല്പമാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല ബംഗാളിൽ 4 തരം കാളികളെയാണ് അവർ ആരാധിച്ചിരുന്നത്. ദക്ഷിണ കാളി എന്ന് പറയുന്നത് വരദായിനിയായ നമ്മൾ കലണ്ടർ ദൈവം ഉണ്ടല്ലോ, ശിവന്റെ നെഞ്ചത്ത് കാലി ചവിട്ടി നാക്ക് നീട്ടിപ്പിടിച്ചിരിക്കുന്നത് ഭദ്രകാളിയുടെ ഓടെ ഉണ്ടോ. കലണ്ടർ വരച്ചവന്റെ ബുദ്ധിയാണോ അതൊക്കെ, അല്ല ദൈവത്തിന്റെ രൂപം അങ്ങനെയാണോ നമുക്കറിയാൻ മേല. ഏതായാലും ശിവകാശിയിലെ കലണ്ടർ വരച്ച ആളുകൾ ഇങ്ങനെ ഒരു ചിത്രം നമ്മൾ മുന്നിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ശിവന്റെ ഭർത്താവിനെ നെഞ്ചത്ത് ചവിട്ടി ഇങ്ങനെ പിച്ചാത്തി വെട്ടുകത്തിയെ കണ്ട് നിൽക്കുന്ന ഭദ്രകാളി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ ദൈവങ്ങളുടെ എല്ലാം ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? എല്ലാവരും കൊല്ലാൻ വന്നവരാ. എല്ലാ ദൈവങ്ങളുടെ കയ്യിൽ വെട്ടുകത്തിയും പിച്ചാത്തിയും കോടാലിയും അമ്പും വില്ലും വാളും ഉണ്ട്. ഒറ്റ ഒരുത്തൻ്റെ കയ്യിൽ. പിന്നെ അന്ന് തോക്കില്ലാത്തതുകൊണ്ടായിരിക്കും, സ്റ്റൺ ഗണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വന്നില്ല. എന്താ ഈ ദൈവങ്ങളല്ലേ ഈ കൊല്ലാൻ വന്ന എന്തിനാണ്? അതെനിക്ക് മനസ്സിലാവാത്ത. ദൈവങ്ങൾ അവതരിക്കുന്നത് എന്തിനാണ്? കൊല്ലാനാണ്. എല്ലാവരും കൊല്ലുക. ഭഗവത്ഗീത തന്നെ അല്ല പറയുന്ന കഥകളിലോ കൊല്ലണം എന്നാണല്ലോ പറയുന്നത്. കൊല്ലാൻ നിനക്ക് മോക്ഷം കിട്ടുന്നതാണ്. അപ്പം ഈ ദൈവങ്ങളുടെ എല്ലാം കൈ വെട്ടുകത്തിയും കോടാലിയിരിക്കുന്നു. എന്നിട്ട് പറയും ദൈവത്തിന് സകലവാന ശക്തിയുള്ള ആളാണെന്നാണ് പറയുന്നത്. അവരുടെ ശക്തി ഉണ്ടെങ്കിൽ കൊല്ലാതെ ചേരുക. പണ്ട് എബ്രഹാം ലിങ്കൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നിങ്ങളെങ്ങനെയാണ് ശത്രുക്കളെ ഇല്ലാതാക്കുന്നത് ചോദിച്ചപ്പോൾ ലിങ്കൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താണ്? ഞാൻ അവരെ എൻ്റെ മിത്രങ്ങളാക്കി മാറ്റും. കണ്ടോ എത്ര പെട്ടെന്ന് അനായാസമായിട്ട് നമുക്ക് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാം. പക്ഷേ ഈ ദൈവങ്ങളെല്ലാം എന്ന് വെച്ചാൽ മുഴുവൻ ദൈവങ്ങളും പറയുന്നത് നീ മുടിഞ്ഞു പോകും, നിന്നെ ഞാൻ കൊല്ലും, തല്ലും, വെട്ടും, നിന്നെ മാത്രമല്ല നിന്റെ കുടുംബം ഞാൻ കുളന്നു കൊണ്ടുവന്നാണ് എല്ലാ ദൈവങ്ങളും പറയുന്നത്. എന്നാൽ പിന്നെ ദൈവത്തിന് വന്നിട്ട് അല്ലേ നീ അങ്ങ് നന്നായി പോടാന്ന് ശവിക്കാൻ വേണ്ടി ഒറ്റ ദൈവം. ഹിന്ദുക്കളെയോ മുസ്ലിങ്ങളിലെ ക്രിസ്ത്യാനികളുടെ ഏതെങ്കിലും ദൈവം മനുഷ്യ നീ നന്നായി പോടാന്ന് ശവിച്ച ഒരു ദൈവത്തെ എനിക്ക് ഇവിടെ കാണിക്കാം. യേശുക്രിസ്തു പോലും നന്നായി പോകാൻ ശവിച്ചിട്ടുണ്ട്. അത്തിമരത്തിന്റെ കീഴെ പോയിരുന്നോണ്ട് യേശുക്രിസ്തു ചോദിച്ചാൽ ഇപ്പൊ എന്നാ അത്തിമരം കായ്ക്കാത്തത്? എന്നാൽ പുള്ളിക്ക് അത്തിമരം കായ്ക്കട്ടെ എന്ന് ശവിക്കാൻ വേണ്ടി പുള്ളി ഉടനെ ശവിച്ചത് ഈ അത്തിമരം ഉണങ്ങി പോട്ടെന്നാണ്, മുടിഞ്ഞു പോട്ടെന്നാണ്. ദൈവങ്ങളുടെ ഒരു സ്ഥിരം പരിപാടിയാണിത്. മുടിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ ഭദ്രകാളിയുടെ ചിത്രത്തിൽ അതാണ്. എന്തുകൊണ്ടാണെന്ന് നമ്മളാരും ചിന്തിച്ചില്ല അല്ലേ? ഈ ദൈവങ്ങളെല്ലാം ഈ മുടിഞ്ഞു പോകാൻ ശമിക്കുന്നത്, നന്നായി പോകാൻ ആരും ശമിക്കുന്നില്ല. ദക്ഷിണകാളി എന്ന് പറയുന്നത് വരദായിനിയായ ഭദ്രകാളിയാണ്. ശ്യാമകാളി എന്ന് പറയുന്ന അമ്മഭാവമുള്ള കറുത്ത നീല നിറത്തിലുള്ള ഭദ്രകാളിയാണ് ശ്യാമകാളി എന്ന് പറയുന്നത്. ഭവതാരിണി എന്ന് പറയുന്നത് സംസാര സാഗര തരിണി എന്ന് പറഞ്ഞാൽ ജീവിത സാഗരത്തെ കടന്നു പോകാൻ ശേഷിയുള്ള ദൈവത്തെയാണ് ഭവതാരിണി എന്ന് പറയുന്നത്. രക്ഷാകാളി എന്ന് പറയുന്നത് മഹാമാരി, അതുപോലെ പ്രളയം, അതുപോലെ ക്ഷാമം തുടങ്ങിയ രക്ഷിക്കുന്ന ദൈവത്തെയാണ് രക്ഷാകാളി എന്ന് പറയുന്നത്. എന്തായാലും ബംഗാളിൽ നിങ്ങൾ ചെന്നാൽ മാ എന്നൊരു വാക്ക് അവരെപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. മാ എന്ന് പറഞ്ഞാൽ അവരുടെ ഭദ്രകാളിയാണ്. ഈ മാ എന്ന സങ്കല്പത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വന്ദേമാതരം എന്ന കാവ്യം ഉണ്ടാകുന്നത്. ആനന്ദമഠം 1875 എഴുതപ്പെട്ടെങ്കിൽ വന്ദേമാതരം ഉൾപ്പെടുത്തപ്പെടുന്ന 1882 അതൊരു കാളി വന്ദനം എന്നതിനപ്പുറത്തേക്ക് ദേശഭക്തി എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് ഇല്ല. എന്നാൽ 1896 രവീന്ദ്രനാഥ് ടാഗോർ കൽക്കത്തയിൽ കോൺഗ്രസിൽ വെച്ച് ഈ വന്ദേമാതരം പാടിയതോടുകൂടിയാണ് ഇതിനൊരു പേരും പെരുമയും വന്നത്. കാരണം ടാഗോർ അത്രമാത്രം പ്രസിദ്ധനായ ഒരു മനുഷ്യനാണല്ലോ. 1905 ആഗസ്റ്റ് 7 അത് ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യമായി മാറുകയും ബംഗാൾ വിഭജനത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തിയ പരിപാടികളിൽ പ്രകടനങ്ങളെല്ലാം തന്നെ ഈ വന്ദേമാതരം ചൊല്ലുകയും ചെയ്തു. 1950 ജനുവരി 24 ഭരണഘടന പ്രഖ്യാപിക്കുന്ന സമയത്താണ് വന്ദേമാതരത്തെ ആദ്യത്തെ 2 പാദത്തെ ദേശീയ ഗീതമായി പ്രഖ്യാപിക്കുന്നത്.
ഈ വന്ദേമാതരത്തിൻ്റെ ഗാനം നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ ആ ഗാനം ചൊല്ലുന്നില്ല. വന്ദേമാതരം സുജലാം സുബലാം മലയജ ശീതളാം സസ്യശ്യാമളാമാതരം വന്ദേമാതരം ശുഭ്രജ്യോത്സന പുളകിതയാമിനിയും പുല്ലകുസുമിത ദ്രുമദല ശോഭിനിയും സുഹാസിനിയും സുമധുരഭാഷിണിയും സുഗതാം വരതാം മാതരം വന്ദേമാതരം. ഞാൻ അതിൻ്റെ അർത്ഥം പറയാം. ഈ ശ്ലോകം ഈ കാവ്യത്തിന് മൊത്തം. മാതാവേ, നിന്നെ ഞാൻ വണങ്ങുന്നു. നല്ല ജലവും സമൃദ്ധമായ ഫലങ്ങളുമുള്ള വനപർവ്വത്തിൽ നിന്ന് ഉള്ള തണുത്ത കാറ്റേറ്റ് തണുക്കുന്ന പച്ചവിളകളാൽ ശ്യാമളമായ മാതാവേ, നിന്നെ വണങ്ങുന്നു. ഇതിനകത്ത് വലിയ കുഴപ്പമൊന്നും പറയാനില്ല. കാരണം ഇന്ത്യയെ രാജ്യത്തെ ഒരു അമ്മയായി സങ്കല്പിച്ചാൽ ആ അമ്മയെ ആയിട്ട് പറയാം. വെളുത്ത നിലാവെളിച്ചത്തിൽ കുളിരണിയുന്ന രാത്രികളുള്ളവളെ, പൂത്തുലഞ്ഞ പൂക്കളും മരങ്ങളും ഇലകളും കൊണ്ട് ശോഭിക്കുന്നവളെ, മന്ദഹസിക്കുന്നവളെ, മധുരമായി സംസാരിക്കുന്നവളെ, സുഖവും വരവും നൽകുന്ന മാതാവേ, നിന്നെ ഞാൻ വന്ദിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ. കോടി കോടി കണ്ട കളകള നിനാദകരാളെ, കോടി കോടി ദുജാർദ്ദതേ ഖരകരവാളെ, അബല ഖേനോമ ഏകോബലെ ബഹുബലധാരിണിയും നമായി താരിണിയും രിപുതലവാരിണിയും. ഇതാണ് രണ്ടാമത്തെ പാദം. ഈ രണ്ട് പാദം ദേശീയ ഗീതമായിട്ട് ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നീട് വരുന്നത് കോടിക്കണക്കിന് തൊണ്ടകളിൽ നിന്നുള്ള ഉച്ചത്തിലുള്ള നിനാദത്താൽ മുഖരിതമായവളെ, കോടിക്കണക്കിന് കൈകളിൽ മൂർച്ചയുള്ള വാൾ ഏന്തിയവളെ, അമ്മേ, നീ എന്തുകൊണ്ടാണ് ഇത്ര ബലഹീനയായിരിക്കുന്നത്? എന്നാൽ നീ അനേകം ശക്തികൾ ധരിക്കുന്നവളാണ്, രക്ഷിക്കുന്നവളെ, ശത്രു സൈന്യത്തെ തടയുന്നവളെ, നിന്നെ ഞാൻ നമിക്കുന്നു. കൃത്യമായ ഒരു ഭദ്രകാളിയുടെ സങ്കല്പത്തിലാണ്. വീണ്ടും വരുന്നു. നീയാണ് വിദ്യ, നീയാണ് ധർമ്മം, നീയാണ് ഹൃദയം, നീയാണ് മർമ്മം, ശരീരത്തിലെ പ്രാണന് നീ തന്നെ, കൈകളിലെ ശക്തി നീയാണ് അമ്മേ, ഹൃദയത്തിൽ നീയാണ് ഭക്തി. നിന്റെ പ്രതിമ കുത്തിയുണ്ടാക്കി ക്ഷേത്രങ്ങൾ തോറും മാതാവേ നിന്നെ പ്രതിഷ്ഠിക്കുന്നു. 10 ആയുധങ്ങൾ ധരിച്ച ദുർഗാദേവിയും നീ തന്നെ, താമരയിതളിൽ വിഹരിക്കുന്ന ലക്ഷ്മി ദേവിയും നീ തന്നെ, വിദ്യ നൽകുന്ന സരസ്വതിയും നീ തന്നെ, നിന്നെ ഞാൻ നമിക്കുന്നു. നിർമ്മലയും തത്തുല്യയുമായ ലക്ഷ്മിയെ ഞാൻ നമിക്കുന്നു. സുജലയും സുബലയുമായ മാതാവേ, നിന്നെ നമിക്കുന്നു. ശ്യാമളമായവളെ, സരളയായവളെ, മന്ദഹസിക്കുന്നവളെ, ആഭരണങ്ങളാൽ അലങ്കൃതയായവളെ, ഭൂമിയെ താങ്ങുന്നവളെ, മാതാവേ, നിന്നെ ഞാൻ വണങ്ങുന്നു. ഇതിൻ്റെ ഈ പറയുന്ന 3, 4, 5 പദ്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായും ഭദ്രകാളി സ്തുതിപരമായിട്ടുള്ള ഹൈന്ദവികമായ ഒന്നാണ് എന്ന് അത് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. അത് മനസ്സിലാകും എന്നതുകൊണ്ട് തന്നെയാണ് 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, ആനന്ദമഠത്തിലെ സന്ദർഭത്തിന് യോജിച്ചതല്ല ആ ഗാനം, ഹിന്ദു മുസ്ലിം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ യോജിച്ചതല്ല, മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ സന്താനങ്ങൾ പോരാടുന്ന സന്ദർഭത്തിൽ ഈ ഗാനം വരുന്നുണ്ട്, അത് സൗഹാർദ്ദങ്ങൾക്കെതിരാകും. സന്യാസി കലാപം എന്ന് ഞാൻ പറഞ്ഞു. സന്യാസി കലാപത്തിൽ പങ്കെടുത്ത സന്യാസികളെയാണ് സന്താനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സന്താനങ്ങൾ ഈ മുസ്ലിങ്ങൾക്കെതിരെയും ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുന്ന സമയത്ത് ഈ വന്ദേമാതരം പോലും ഒരു ഗാനം ഉപയോഗിക്കുന്നത് സന്ദർഭികമായി ശരിയല്ല, അർത്ഥപരമായും ശരിയല്ല എന്നാണ് നെഹ്റു വളരെ കൃത്യമായി പറഞ്ഞത്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുഹമ്മദ് അലി ജിന്ന എന്ന് പറഞ്ഞത് ഗാനം വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന കാളിഭക്തിയുടെ മാത്രമാണ് എന്നാണ്. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടി ആദ്യത്തെ ക്യാബിനറ്റ് കൂടുമ്പോൾ ആ ക്യാബിനറ്റ് തീരുമാനിക്കുന്നത് ദേശീയ ഗാനം ജനഗണമന ആയിരിക്കണമെന്നും വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 വാദം വേണമെങ്കിൽ ദേശീയ ഗീതമായിട്ട് സ്വീകരിക്കാമെന്നുമാണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ ഭാരത ദർശനം എന്ന തൻ്റെ കൃതിയിൽ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയിൽ നെഹ്റു പറയുന്നു ഇതിനെക്കുറിച്ച്, നിർഭാഗ്യവശാൽ ഈ ഗാനം മുസ്ലിം വിരുദ്ധ പശ്ചാത്തലമുള്ള ഒരു നോവലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് മുസ്ലിങ്ങൾക്ക് വേദനയുണ്ടാക്കി. എന്നാൽ ഗാനം പ്രത്യേകിച്ച് ആദ്യപാദം ഇതുമായി ബന്ധപ്പെട്ടതല്ല, അത് ഇന്ത്യയെക്കുറിച്ചുള്ള മനോഹരമായ വർണ്ണനയായിരുന്നു. അപ്പം നെഹ്റു പറയുന്നത് വളരെ കൃത്യമായും ഇത് വർഗീയത സൃഷ്ടിക്കുന്ന, സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന, സമൂഹത്തെ വിഭജിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നതുകൊണ്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ പാർലമെന്റും ഇന്ത്യയുടെ നിർമ്മാണ ഭരണഘടന പാസാക്കുന്ന വേളയിലും ഒക്കെ തന്നെ വളരെ കൃത്യമായി ഇത് ദേശീയ ഗാനമല്ല, ദേശീയ ഗാനം എന്ന് പറയുന്നത് ജനഗണമന തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള തീരുമാനം. എന്തുകൊണ്ടാണ് 50-ൽ തീരുമാനിച്ച ഈ തീരുമാനത്തെ 2025-ലോ 26-ലോ അതിനു പകരം വന്ദേമാതരം എന്ന് പറയുന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ അത് ഇന്ത്യയുടെ ദേശീയ ഗാനമാക്കണമെന്നും അത് മുഴുവൻ ചൊല്ലണമെന്നും നിർബന്ധിക്കുന്ന കാരണം എന്തുകൊണ്ടാണ്? അത് കൃത്യമായിട്ട് നമുക്കറിയാം. അത് സംഘപരിവാരത്തിന്റെ വിഭജന രാഷ്ട്രീയത്തിന്റെ ഭാഗം തന്നെയാണ്. വിഭജന രാഷ്ട്രീയം എന്നാണ് ബ്രിട്ടീഷുകാർ ഇവിടെ നടത്തിയത്. ആ ബ്രിട്ടീഷുകാർ വിഭജന രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവന്ന കാലഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും ബ്രിട്ടീഷുകാർക്കെതിരെ മിണ്ടിയ ശബ്ദിച്ച ഒരു ചരിത്രം ഇന്ത്യയിലെ സംഘപരിവാറിനും RSSനും ഇല്ല. ഇന്ത്യയിൽ ഡച്ചുകാർ ഭരിച്ചു, പോർട്ടുഗീസുകാർ ഭരിച്ചു, പിന്നീട് ബ്രിട്ടീഷുകാർ ഭരിച്ചു. ഏതാണ്ട് 300-400 വർഷങ്ങളോളം
ഇന്ത്യയിൽ വിദേശികൾ ഭരിച്ച കാലഘട്ടങ്ങളിലൊന്നും ഒരു വിദേശിക്കെതിരെയും ഇന്ത്യയിലെ RSSO സംഘപരിവാരോ ഒരക്ഷരം ഇന്ത്യതായി നമുക്കറിയില്ല. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തില് യാതൊരു പങ്കും വഹിക്കാത്ത ആളുകൾ സവർക്കറുടെ പൊളിറ്റിക്കൽ ഹിന്ദുവിനെ അവതരിപ്പിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ അതായത് തിലകനടക്കം അല്ലെങ്കിൽ സവർക്കർ അടക്കമുള്ള ആളുകൾ വളരെ കൃത്യമായും ബ്രിട്ടീഷുകാരെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് മതത്തെ സന്നിവേശിപ്പിച്ച ആ സമര കാലഘട്ടത്തിൽ വളരെ കൃത്യമായി ഈ പറയുന്ന ബ്രിട്ടീഷ് സപ്പോർട്ട് ചെയ്ത ആളുകൾ ഇന്ന് ഈ 2025-ലോ 26-ലോ എന്തുകൊണ്ടാണ് ഈ പറയുന്ന വന്ദേമാതരത്തെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായും ഇവരുടെ അന്യമത ദ്വേഷത്തിന്റെ ഭാഗം തന്നെയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ, ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഇന്ത്യ ആരുടേതാണെന്ന ചോദ്യത്തിൽ ഇന്ത്യയിലെ 13% വരുന്ന ഇന്ത്യയിലെ ചാതുവർണ്ണത്തിൽപ്പെടുന്ന സവർണ ഹിന്ദു എന്ന് അഭിമാനിക്കുന്ന ആളുകൾ, ഈ 13% ആളുകൾ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷത്തിന് മേൽ ഈ വർഗീയ വിഷം അടിച്ചേൽപ്പിക്കുകയാണ്. ഞങ്ങൾ ചൊല്ലുന്ന ദേവിയെ, ഞങ്ങൾ ആരാധിക്കുന്ന ദേവിയെ നിങ്ങളും ആരാധിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതത്തിന്റെ ബിംബത്തെ, ഒരു മതബോധത്തെ ഇതര ജനങ്ങൾക്കുമേൽ, ഇതര ദേശീയ ജനവിഭാഗങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നത് വളരെ കൃത്യമായി വിഭജനത്തിന് പുതിയ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് തന്നെയാണ്. അഥവാ അത് കപട ദേശീയതയുടെ അവതരണമാണ്. ഇതൊരു കപട ദേശീയതയുടെ പ്രഖ്യാപനമാണ്. ഇന്ത്യ ഹിന്ദുക്കളുടേതാണ്, ഇന്ത്യ ആര്യന്മാരുടേതാണ്, അല്ലെ ഇന്ത്യ ബ്രാഹ്മണരുടേതാണ്, ഈ പറയുന്ന സംസ്കൃതികളുടേതാണ് എന്ന് പറയുന്ന ഈ സമ്പ്രദായമുണ്ടല്ലോ, ഈ പറയുന്ന രീതി തികച്ചും അപകടകരമാണ് എന്ന് മാത്രമല്ല ഇന്ത്യയിൽ വീണ്ടും വിഭജനം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് മാത്രമല്ല ബഹുസ്വര സമൂഹമായ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഒരു പ്ലൂറലിസ്റ്റിക് കൺട്രിയാണ്, ബഹുസ്വര സമൂഹമാണ് എന്ന് ആദ്യം പറഞ്ഞത്. അതിനുവേണ്ടിയാണ് ഞാൻ അത്രയും ആമുഖം പറഞ്ഞത്. അതായത് ഇന്ത്യയിൽ ജീവിക്കുന്നവരെന്ന് പറയുന്നത് ഈ 13% വരുന്ന ചാതുവർണ്ണത്തിൽപ്പെടുന്ന ആളുകൾ പോലും, അവർക്കിടയിൽ പോലും നൂറുകണക്കിന്, ഇപ്പം ബ്രാഹ്മണർ എന്ന് നമ്മൾ പറയുന്ന ആളുകൾ, ബ്രാഹ്മണർക്കിടയിൽ നൂറുകണക്കിന് ജാതികളുണ്ട്. ഇപ്പൊ കേരളത്തിലെ നമ്പൂതിരിമാരെന്ന് പറയുന്നവർ ബ്രാഹ്മണരല്ല. നമ്മളാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ എഴുതി പറഞ്ഞു പിടിപ്പിച്ചു. നമ്പൂതിരിമാർ ബ്രാഹ്മണരല്ല. കേരളത്തിലെ അല്ല തമിഴ്നാട്ടിലെ പട്ടന്മാരോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആന്ധ്രയിലെ റെഡ്ഡിമാരോ അല്ലെങ്കിൽ ഒക്കെ തന്നെ അവരെ പോലെയല്ല കേരളത്തിലെ നമ്പൂതിരിമാര്. അവരുടെ വേഷങ്ങൾക്ക് വ്യത്യാസമുണ്ട്, ആഹാരത്തിന് വ്യത്യാസമുണ്ട്, ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്, ആചാരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അവരൊന്നും ഏകദാനമായ ഒരു സ്വഭാവമുള്ള ആളുകളല്ല. അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നാണ് സാമന്തന്മാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്തരാള ജാതികൾ. കേരളത്തിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള ഒട്ടധികം ജാതികളുണ്ട്. നായന്മാർക്കിടയിൽ തന്നെ നിരവധി ജാതികളുണ്ട്. ഈ ജാതികളൊന്നും ഏകദാനമായ ഒരു സ്വഭാവമുള്ളവരോ പരസ്പരം വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നവരോ ഒരുമിച്ച് താമസിക്കുന്നവരോ അല്ല. അപ്പൊ അത്രമാത്രം പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള ബഹുസ്വരമായിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്ത്യയുടേത്. അവർ ഓരോരുത്തർക്കും അവരുടേതായ സംസ്കാരങ്ങളും ആചാരങ്ങളും ഉണ്ട്. ആ ആചാരങ്ങൾക്കുമേൽ ഇത് ഞാൻ പറഞ്ഞത് ചാതുർവർണ്ണത്തിൽ 13% വരുന്ന ആളുകൾക്കിടയിൽ നൂറുകണക്കിന് ജാതികളും ഉപജാതികളും ഉണ്ടെങ്കിൽ അവർ പരസ്പരം ഭക്ഷണം കഴിക്കാത്തവരാണ്, പരസ്പരം തൊട്ടു തിന്നാത്തവരാണ്, പരസ്പരം വിവാഹബന്ധത്തിൽ ഏർപ്പെടാത്തവരാണ് എങ്കിൽ ബാക്കി വരുന്ന വിവിധ വിഭാഗങ്ങൾ ഏതാണ്ട് 80,000-ഓളം ജാതി ഉപജാതികളായി വരുന്ന ഇന്ത്യയിലെ പിന്നോക്ക അധസ്ഥിത ആദിവാസി ജനവിഭാഗങ്ങൾക്കുമേൽ പോലും നിങ്ങൾ പ്രത്യേകത ശ്രദ്ധിക്കേണ്ട കാര്യം, ആദിവാസികളെ അല്ല പിന്നോക്കർ എന്ന് പറയുന്ന ദൈവമുള്ളവരല്ല, അവർക്കാർക്കും ദൈവമില്ല. ഈ പറയുന്ന ഒരു സവർണ ദൈവങ്ങളും അവരെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ഒരു സവർണ ദൈവങ്ങളെയും അവർ ആരാധിക്കുന്നുമില്ല. പക്ഷേ അവരെ വളരെ നിർബന്ധിപ്പിച്ച് ആരാധിപ്പിക്കുക. കാരണം അത് ഞാൻ പോകുന്നില്ല. കാരണം ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ പറയുന്ന ആളുകൾക്കിടയിൽ നമ്മളീ പറയുന്ന രാമനും കൃഷ്ണൻ തുടങ്ങിയുള്ള ദൈവങ്ങളെ ദേശാവതാര കഥകളൊന്നും അവർക്കാർക്കും അറിയില്ല. അതുമാത്രമല്ല ഈ ദേശാവതാര കഥകൾ ഇന്ത്യയിലേക്ക് വരുന്നത് പോലും വളരെ താമസമാണ്. ഇന്ത്യയിലെ വേദങ്ങളിൽ ഒന്നും തന്നെ ഒരു ദൈവത്തെക്കുറിച്ച്, നമ്മളീ പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ചും പറയുന്നില്ല. ഇപ്പൊ ഋഗ്വേദം മുഴുവൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഋഗ്വേദത്തിൽ പറയുന്ന 33 ദൈവങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയിലെ ദിക്കുകളും അതുപോലെ തന്നെ ഇന്ത്യയിലെ നദികളും ഇന്ത്യയിലെ പ്രദേശങ്ങളുമാണ്. അല്ല ദൈവത്തെക്കുറിച്ച് പറയുന്ന ആകെ കൂടി ഋഗ്വേദത്തിൽ പറയുന്ന ഒരു ദൈവം ശിവൻ എന്ന ദൈവമാണ്. അതും പശുപതി ശിവനാണ്. നമ്മൾ ഇന്ന് പറയുന്ന മഹാദേവൻ എന്ന് പറയുന്ന ശിവനല്ല, പശുപതി ശിവൻ ഒരു ദൈവത്തെക്കുറിച്ച് മാത്രമാണ് ഋഗ്വേദത്തിൽ പറയുന്നത്. അപ്പൊ ദൈവങ്ങളിൽ പോലും ഈ പിന്നീട് ഉണ്ടാകുന്ന ദൈവങ്ങള് പിന്നീട് ഭക്തിപ്രസ്ഥാനത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വൈഷ്ണവ ശൈവ സംഘർഷങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആണ് പിന്നീട് ഈ പറയുന്ന ദൈവങ്ങളെല്ലാം ഉണ്ടാകുന്നത് തന്നെ.
അപ്പം ആ ദൈവസങ്കല്പങ്ങളെ പോലും ഈ സങ്കല്പത്തിൻ്റെ അവരുയർത്തിക്കൊണ്ടുവന്ന ഈ പറയുന്ന ദൈവങ്ങളെയും മതത്തിനെയും ആധിപത്യ സ്വഭാവത്തെ അഥവാ വർണ്ണാധിപത്യത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുക എന്നുള്ള, അല്ലെങ്കിൽ അതിനെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഉന്നയിക്കുന്നത്. അതിനെ വളരെ അനായാസമായി ഉപയോഗിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന ദേശീയ ഗാനമായി അല്ലെ ദേശീയ ഗീതമായി വന്ദേ മാതരം ഉപയോഗിക്കുകയും അതിൽ നിന്ന് ഉപയോഗിക്കാൻ നിർബന്ധിക്കുകയും അത് ചൊല്ലാത്തവരെ ദേശദ്രോഹിയായി ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ട് വളരെ കൃത്യമായൊരു വിഭജനം ഇന്ത്യയിൽ വീണ്ടും സാധിച്ചെടുക്കുക എന്നതാണ് ഇപ്പോൾ സംഘപരിവാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേറെ ഒരു അജണ്ടയുമില്ല. അവർക്ക് ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച്, അവരുടെ ദാരിദ്ര്യത്തെ സംബന്ധിച്ച്, അവരുടെ തൊഴിലായ്മയെ സംബന്ധിച്ച്, അവരുടെ ദുഃഖങ്ങളെ സംബന്ധിച്ച്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ അപകടത്തെ സംബന്ധിച്ച് ഒന്നും ഇവർക്കാർക്കും ബാധ്യതയില്ല. അറിയാമല്ലോ, പാർലമെന്റ് കൂടിയിട്ട് 2 ആഴ്ച ഇന്ന് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോ ഇന്ത്യയുടെ പാർലമെന്റ് വന്നിട്ടില്ല. അവർക്ക് പാർലമെന്റിനെ വരെ ഭയമാണ്. അപ്പൊ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ മേഖലയായ പാർലമെന്റിൽ പോലും വരാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുമാണ് പറയുന്നത് ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് ഈ പറയുന്ന കപട ദേശീയതയുടെ പുതിയ വ്യാഖ്യാനം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വീണ്ടും വീണ്ടും വിഭജനങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഇത് നാഗപ്പൂരിൽ നിന്നുള്ള ആസൂത്രിത പരിപാടിയുടെ ഭാഗമാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിന് നിരവധിയായ അജണ്ടകൾ അവർ പറഞ്ഞത് പുതിയ വിദ്യാഭ്യാസ പദ്ധതി പോലും ഒരു ചർച്ചയൊന്നും നടത്തിയിട്ടല്ല. അവരൊക്കെ തീരുമാനിക്കുകയാണ് ഇന്ത്യയുടെ ശാസ്ത്രം ഇതാണ്, അല്ലെ ഇന്ത്യയുടെ സംഗീതം ഇതാണ്, ഇന്ത്യയിലെ നമ്മൾ ഇനി ഇതൊക്കെ പഠിച്ചാൽ മതി, ഇന്ത്യയുടെ നിയമം എന്ന് പറയുന്നത് ഇതാണ് എന്ന് അവരങ്ങ് പറയുകയാണ്. അപ്പം ഇത് എവിടെയെങ്കിലും ചർച്ച ചെയ്യുകയോ അങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംവാദം നടത്തിക്കൊണ്ടല്ല ഇത്തരം നടപടികൾ വരുന്നത്. ആ നടപടികൾ വളരെ കൃത്യമായും ഈ പറയുന്ന ശ്രുതികളുടെയും സ്മൃതികളുടെയും വേദങ്ങളുടെയും ഭാഗമായിട്ടാണ് വരുന്നത്. ഇസ്ലാമിസ്റ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഏക ആശ്രയിക്കാൻ കഴിയുന്ന ഇന്ത്യൻ ഭരണഘടനയാണ്. ഈ ഭരണഘടനയ്ക്കകത്ത് പറയാത്തൊരു സാധനമുണ്ട്, അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യയിലെ ഭരണകൂടത്തിനും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഒരു ദർശനമാണ്. അതിൻ്റെ ഒരു ഫിലോസഫിക്കലായിട്ട് അപ്രോച്ചാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അല്ലെങ്കിൽ ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത്. ഇതാണ് ഭരണഘടനയുടെ വിവിധ ഘടകങ്ങളോടുള്ള പരമമായ വിധേയത്വം. ഭരണഘടനയോടുള്ള വിധേയത്വം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളോട് വിധേയത്വം, അത് അധികാരികളുടെ ബാധ്യതയായി താഴെ പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ആയിരിക്കുമ്പോഴും ആ ഭരണഘടനയുടെ സത്ത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ പൂർണ്ണമായ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ളതാണ് എന്നും അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഭരണഘടനയെയും അതിൻ്റെ അധികാരങ്ങളെയും ബഹുമാനിക്കുക പൂർണ്ണമായും. അതാണ് ഇന്ത്യൻ ഭരണാധികാരികൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം. രണ്ടാമത്, ഭരണകൂടത്തെ വിമർശിക്കാനുള്ള അവകാശം. ഇപ്പം നമുക്കതൊരു അപകടമായിട്ട് മാറിയിരിക്കും. ഇപ്പം ഭരണകൂടത്തെ വിമർശിക്കാൻ പോയ അകത്ത് പോകുന്നൊരവസ്ഥയാണ് അല്ലേ, നമ്മൾ ദേശവിരുദ്ധനായിട്ട് മാറുന്നു. ഇപ്പം വന്ദേമാതരം നാളെ ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിങ്ങൾ നിന്നില്ല എങ്കിൽ നിങ്ങൾ ദേശവിരുദ്ധനാകും. ഇപ്പോൾ വിമർശിക്കാൻ ജനാധിപത്യത്തിൽ അവകാശമുണ്ട്. ഇപ്പം സുപ്രീം കോടതി നിരവധി കേസുകളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, റൈറ്റ് ടു ഡിസെന്റ് ഈസ് ദ സേഫ്റ്റി വാൽവ് ഓഫ് ഡെമോക്രസി. വിയോജിക്കാനുള്ള അവകാശമാണ് അത് ഡെമോക്രസിയുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് വിമർശിക്കാനുള്ള അവകാശങ്ങൾ ഓരോന്നോരോ നഷ്ടപ്പെടുന്നു. അധികാരികളും ഉദ്യോഗസ്ഥരും ഭരണഘടനാ ഉത്തരവാദിത്വം നിറവേറ്റണം. ഇവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത്. അധികാരികളും ഉദ്യോഗസ്ഥരും ഭരണഘടനാ ഉത്തരവാദിത്വം. നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ നമ്മൾ പറയും അത് നിയമപരമായിട്ട് അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പ്രളയം വരുമ്പോൾ ദാരിദ്ര്യം വരുമ്പോൾ ജനങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത് ഈ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമാണ്. അത് ഭരണഘടനയിലോ പുസ്തകത്തിലോ എഴുതി വെക്കണോ നിയമമൊന്നുമില്ല. ഒരു ജനതയെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ വരുന്ന മുഴുവൻ ജനങ്ങളെയും സംരക്ഷിക്കാനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ട്, അത് സംസ്ഥാന ഭരണകൂടങ്ങൾക്കുണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും എല്ലാവരും എന്ത് ചെയ്യണം, ഭരണഘടനയെ ബഹുമാനിക്കണം. ഈ പറയുന്ന ഭരണഘടനാ മൂല്യങ്ങൾ വളരെ കൃത്യമായും ഇന്ത്യൻ പ്ലൂറാലിറ്റി അല്ലെ ഇന്ത്യൻ ബഹുസ്വരതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായും പറയുന്നതാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് സോഷ്യൽ മൊറാലിറ്റി അല്ല, സാമൂഹിക സദാചാരമല്ല ഭരണഘടനാ സദാചാരം എന്ന് പറയുന്നത്. ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത് ഭരണകൂടം, അത് സംസ്ഥാനത്തിൻ്റെ ആയാലും കേന്ദ്രത്തിൻ്റെ ആയാലും ഭരണകൂടം ആ രാജ്യത്തെ ജനങ്ങളോട് ചെയ്യേണ്ട മുമ്പേ ഞാൻ പറഞ്ഞ ഈ 4 വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.
ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ മൊറാലിറ്റിയെ കുറിച്ച് പറയുന്ന 3-4 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ആർട്ടിക്കിൾ 19(2)-ലും 19(4)-ലും 25(1)-ലും 26-ലും മാത്രമാണ് മൊറാലിറ്റിയെ കുറിച്ച് പറയുന്നതെങ്കിലും ആകെ മൊത്തം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ കാച്ചിക്കുറുക്കിയെടുക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഭരണകൂടത്തോട് പറയുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ജനങ്ങളുടെ സർവ്വതോമുഖമായ സംരക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ്. അംബേദ്കർ പറയുന്നു, ഭരണീയരും ഭരണക്കാരും തമ്മിലുള്ള സൗഹാർദ്ദപരമായ ഇടപെടൽ, വിയോജിപ്പുകൾ സമാധാനമായി പരിഹരിക്കുക, സ്വകാര്യ സംരക്ഷണത്തിന് അക്രമമാർഗം സ്വീകരിക്കാതിരിക്കുക. അംബേദ്കർ ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ പ്രസംഗിക്കുന്ന അവസാനത്തെ വാക്യമുണ്ട്, ഭരണഘടന എത്ര നല്ലതാണെങ്കിലും ഭരിക്കുന്നവർ മോശക്കാരാണെങ്കിൽ ഈ ഭരണഘടന കൊണ്ട് യാതൊരു പ്രയോജനമില്ല. മറിച്ച് ഭരണഘടന എത്ര മോശമാണെങ്കിലും ഭരിക്കുന്നവർ നല്ലവരാണെങ്കിൽ അത് ജനങ്ങൾക്ക് ഗുണകരമാകുമെന്ന് അദ്ദേഹം പറയും. ഇത് തന്നെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയുടെ പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ ഭരണഘടന 51(a) പറയുന്നത് ഭരണഘടനയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ ആ ഭരണഘടനയെയും ദേശീയ ഗാനത്തെയും എന്ന് പറയുന്നത്, ദേശീയ ഗാനം എന്നത് ജനഗണമനയാണ്, അല്ലാതെ വന്ദേ മാതരമല്ല. വന്ദേ മാതരത്തെ അവിധത്തിൽ അവതരിപ്പിക്കുന്നെങ്കിൽ വളരെ കൃത്യമായ അജണ്ടയോടുകൂടി ഇന്ത്യയെ വീണ്ടും ഒരു വിഭജനത്തിലേക്ക് എത്തിക്കാനുള്ള, ഒരു വിഭജനമല്ല വിവിധ വിഭജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ആ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ആസൂത്രിതമായ കൊളോണിയൽ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ സംഘപരിവാര ഭരണകൂടം വന്ദേമാതരത്തെ ഉപയോഗിക്കുന്നത് എന്നും അത് ഇന്ത്യൻ ദേശീയതയുമായി യാതൊരു തരത്തിൽ ബന്ധമുള്ള ഒരു കാര്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിക്കും.